ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ, അതായത് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇൻട്രോ വലിച്ചു നീട്ടാതെ ഞാൻ എങ്ങനെയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. പച്ചരിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച പച്ചരി, പിന്നെ ഒരു പഴം, 2 ഏലക്ക, ഒരു നുള്ള് ചെറിയ ജീരകം, കുതിർത്ത് വെച്ച ശർക്കര കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കിനി ശർക്കര മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ദാ ഇതിലേക്ക് ഒരു 1/2 കൈയിലോളം ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനിയിപ്പോൾ ഇത് ഈ സമയത്ത് തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അതല്ല കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്നുകൂടെ കൈ വെച്ചിട്ട് ഇളക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കൊന്ന് ഫീൽ ചെയ്യാം. ഇനിയിപ്പോൾ ചൂടാൻ സമയമായപ്പോൾ അതിലേക്ക് ഞാൻ കരിഞ്ജീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകവും കൂടി ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അപ്പങ്ങൾ ചുടുന്ന സമയത്ത് തീ നല്ലോണം കത്തിക്കണ്ട കേട്ടോ. തീ ഒരു ചെറിയൊരു തീയിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ അപ്പങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ഒരു നെയ്യപ്പത്തിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു തരത്തിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.